വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കോളേജിൽ നിന്ന് ചെറിയൊരു ട്രിപ്പ് പോകുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വ്ളോഗാക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലതും പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആകെ എടുത്തത് 2 ബാഗാണ്. അതിൽ ഒരു ബാഗിൽ ഹാൻഡ് ബാഗിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ലിപ്സ്റ്റിക്ക് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ തന്നെ ഉള്ളൂ. ഞാനിപ്പോൾ പോണത് ഉമ്മാൻ്റെ വീട്ടിൽ നിന്നാണ്. കാരണം കോളേജ് എടുത്താണ്, ഉമ്മാൻ്റെ വീട്ടിൽ നിന്നാണ് എനിക്ക് പോകാനും സുഖം. അപ്പോൾ ഞാൻ ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. നൈറ്റാണ് ഞങ്ങൾ പോണ സ്ഥലം വേറെ എവിടെയല്ല, കൊടൈക്കനാലാണ്. അപ്പോൾ ഞാനിപ്പോൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കോളേജിലേക്ക്. അങ്ങനെ ഞങ്ങൾ കോളേജിലെത്തി. ഞങ്ങളെന്ന് ഉദ്ദേശിച്ച് ഉമ്മ ഉണ്ടായിരുന്നു കൂടെ, അതാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മ പോയി. ഞാൻ വന്നപ്പോൾ കുറച്ച് പേര് വന്നിട്ടുണ്ടായിട്ടുള്ളൂ. പിന്നെ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വരവ് തുടങ്ങി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഉള്ളവരും വന്നു. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ ബസ്. നല്ല അടിപൊളി ബസ്സായിരുന്നു. ഞാൻ പല വട്ടം ട്രിപ്പിന് പോയിക്കണ്, പല ബസ്സിൽ ടൂറിസ്റ്റ് ബസ്സിൽ കയറിയിട്ടുണ്ട്. പക്ഷേ ഇതൊരു വേറൊരു ലോകം തന്നെയായിരുന്നു. നല്ലൊരു കിടുക്കാച്ചി ബസ്, നല്ല അടിപൊളിയായിരുന്നു. ഇത് ബസ്സിലെ ആൾക്കാർ പറയിപ്പിച്ചതൊന്നുമല്ല, അത് ഞാൻ ഫസ്റ്റ് തന്നെ പറയുന്നു. എല്ലാവരും ബസ്സിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നിക്കണ്. കാരണം ഡോർ തുറന്ന് അപ്പം തന്നെ കയറാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും ഈ വിൻഡോ സീറ്റിനോട് ഒരു പ്രത്യേക താല്പര്യമാണ്. എന്താണ് ഇവർക്കൊക്കെ ഇത്ര വിൻഡോ സീറ്റിനോട് ഇത്ര താല്പര്യം? അതൊക്കെ ഇന്നെ കണ്ട് പഠിക്കണം. ഞാൻ ഫസ്റ്റ് തന്നെ വന്നിട്ട് വിൻഡോ സീറ്റ് പിടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളൊക്കെ ഇരുന്ന് സെറ്റായി. കുറച്ച് കഴിഞ്ഞ് ഒരു 3:45 ആയപ്പോണ്ട് ഒരാളിരുന്ന് ലേസ് നിന്ന്. അപ്പോൾ എന്താണെന്ന് വെച്ചപ്പോൾ ആൾക്ക് വിശക്കുണ്ടെന്ന്. എന്താ ഞാൻ ഇവളൊക്കെ ചെയ്യേണ്ടത്? നമ്മളൊക്കെ ആ ടൈമിൽ എന്താ ചെയ്യേണ്ടത്? ഉറങ്ങുക. പക്ഷെ അവളങ്ങനല്ല, ആ ടൈമിൽ അവൾക്ക് ലേസ് തിന്നണത്ര. അപ്പോൾ എന്ത് ചെയ്യണം? ഞമ്മക്കും കൈയിട്ട് വാരാം. ഓക്കെ, അങ്ങനെ ഇപ്പോൾ അവൾ മാത്രമായിട്ട് തിന്നണ്ട. അങ്ങനെ ഫൈനലി ഞങ്ങൾ കൊടൈക്കനാലിൽ ലാൻഡ് ചെയ്തിരിക്കുന്നു. കുറച്ച് ഓവറായോ? കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ ബസ് ഒരു സൈഡിലാക്കി ഞങ്ങൾ ഇനി ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് റൂമിലോട്ട് പോവുകയാണ്. അവിടെ എത്തിയപ്പോഴാണ് ഗൈസ് മനസ്സിലായത് ഇത്രയൊക്കെ തണുപ്പുണ്ടെന്നുള്ള കാര്യം. ഞാൻ കോളേജിൽ നിന്ന് എല്ലാവരോടും പറഞ്ഞിരുന്നു, വലിയ ഗമയെ പറഞ്ഞിരുന്നു, എനിക്കൊന്ന് തണുപ്പൊരു വിഷയമല്ല, എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ. പക്ഷെ അവിടെ എത്തിയപ്പോൾ ഒടുക്കത്തെ തണുപ്പായിരുന്നു ഗൈസ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് ഈ റൂമാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം. എല്ലാവരും ഫ്രഷ് ആയിക്കണമെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. കാരണം വെള്ളത്തിനൊക്കെ നല്ല തണുപ്പായിരുന്നു. ഇങ്ങോട്ട് തൊട്ട കയ്യുവാണെങ്കിൽ ഐസ് കട്ടായി മാറും, അങ്ങനത്തെ തണുപ്പായിരുന്നു. ഞാൻ ഫ്രഷ് ആയിക്കണം കേട്ടോ, അതിൽ സംശയമൊന്നുമില്ല. അങ്ങനെ ഞാൻ ഫ്രഷായി പുതിയ ടോപ്പൊക്കെ ഇട്ടു. അത് ട്രിപ്പിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരണമല്ലോ. അപ്പോൾ അതിൻ്റെ ഷോ ഓഫാണ് നിങ്ങൾ ഈ കാണുന്നത്. ആ കുട്ടിക്ക് സന്തോഷമായിക്കോട്ടെ. കമൻറ്റ് ബോക്സിൽ നന്നായിക്കണമെന്ന് പറഞ്ഞാലേ കുഴപ്പമില്ല, ഇരിക്കട്ടെ. നിങ്ങൾക്ക് ആ ബാഗിൻ്റെ ഉള്ളിൽ എന്താണെന്ന് കാണണോ? വേറെ ഒന്നുമല്ല, ഞങ്ങൾക്ക് കഴിക്കാനുള്ള സംഭവങ്ങളാണ്. വഫർ റോളുണ്ട്, പീനട്ടിൻ്റെ ബാറുണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ സേഫായിട്ട് റൂമിലെത്തിയിട്ടുണ്ട്. കുറേ സാധനങ്ങൾ ഞങ്ങൾ ബസ്സിൽ തന്നെ കഴിച്ചിട്ടുമുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫ്രഷായി ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു വ്യൂ ആണ് ഇതൊക്കെ. എന്താണ് കൊടൈക്കനാലിലുള്ളതെന്ന് വെച്ചാൽ ഞാൻ പറയും, കാണാൻ ഒരുപാടുണ്ടെന്ന്. നല്ല ഭംഗിയാണ് അവിടുത്തെ ഓരോരോ സ്ഥലങ്ങളായാലും വീടുകളായാലും നല്ലൊരു ഭംഗിയാണ്. കാണാൻ തന്നെ ഒരു എസ്തെറ്റിക്കാണ്, കാണാൻ ഒരു പിക്ചർ പോലെയൊക്കെ തോന്നും ഓരോ സ്ഥലങ്ങൾ കണ്ടാൽ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ തന്നെയാണ് അവിടെ ഉള്ളത്, മെയിനായിട്ട് ഞങ്ങൾ തന്നെയാണ് അവിടെ ഉള്ളത്. പക്ഷേ ക്യൂ നിൽക്കണം, ക്യൂ നിന്നിട്ട് ഓരോരുത്തരായിട്ട് വാങ്ങണം. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വാങ്ങിയാണ്. വട, പൂരി, വെള്ളപ്പം, ഇഷ്ടു, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഓരോന്ന് വെച്ച് ഇങ്ങനെ വാങ്ങിയിട്ടുണ്ട് ഞങ്ങളെല്ലാവരും. ഞാനിപ്പോൾ ഒരാളെ കാണിച്ചു തരാം. ഇയാളെ എവിടെയെങ്കിലും കണ്ടൊരു പരിചയമുണ്ടോ? മറ്റേ ലൈസിൻ്റെ ആൾ തന്നെയാണ് ഇയാൾ. ഓക്കെ, ഇതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. കുറച്ച് വയ്യാത്ത കുട്ടിയാണ്. അവൾ പറഞ്ഞിരുന്നു അവളെ പറ്റിയിട്ട് പൊക്കി പറയാൻ. ഇപ്പം പൊക്കി പറയും, കാത്തിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അവിടുത്തെ ബസ്സിൽ, കൊടൈക്കനാലുള്ള ബസ്സിൽ ഞങ്ങളെല്ലാവരും കൂടി 2 ബസ് ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഒരു സ്ഥലത്തോട്ട് പോയി. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് ഇതൊക്കെ. കുറേ മങ്കീസ് ഉണ്ട്. പിന്നെ മങ്കീനൊന്നും കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ല, കാരണം കൂടെ കുറേ എണ്ണം ഉണ്ട്. പിന്നെ അവരെ കൂടെ ഞാനും ഉണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം, അങ്ങനെ പരിചയമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് കുറച്ച് ടൈം അവിടെ നിന്നിട്ട് പിന്നെ ഇനി അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. പോകുമ്പോൾ ഓരോരുത്തരും ഇങ്ങനെ വിളിക്കുന്നുണ്ട്, ഇത് വാങ്ങിക്കോ അത് വാങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞങ്ങൾ ആരും വാങ്ങില്ല. ഞങ്ങൾ നല്ല കുട്ടികളായിരുന്നു. നല്ല കുട്ടികളായതുകൊണ്ടൊന്നല്ല, അവർ പറഞ്ഞ എമൗണ്ട് ഞങ്ങളെ കൊണ്ട് പറ്റൂല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾ അവിടുന്ന് മെല്ലെ സ്കൂട്ടായി. കാണുന്നതിനും വ്ളോഗ് എടുക്കുന്നതിനൊന്നും ക്യാഷ് കൊടുക്കണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുണ്ട്, മര്യാദയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഓരോ ഷോപ്പിൽ കയറിയിട്ട് ഓരോ സാധനങ്ങൾ എടുത്ത് നോക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ അവരെ മനസ്സിൽ അവർ വിചാരിക്കുന്നുണ്ടാവും, ഈ മക്കളെന്താ ഇങ്ങനെ ഒരു സാധനം എടുക്കണമില്ല, വെറുതെ ഫോട്ടോ എടുത്ത് വീട്ടിൽ കൊടുത്തിട്ട് മെനക്കേടാക്കുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അത്രയൊക്കെ ഞങ്ങൾ ഓരോ സാധനങ്ങൾ നോക്കിയിട്ടുണ്ട്. പക്ഷെ ചിലവർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നെപ്പോലത്തവർ വാങ്ങാത്തവരും ഉണ്ട്. എന്തിനാണ് ഈ കണ്ണി കണ്ട സാധനങ്ങളൊക്കെ വാങ്ങണത്? നമുക്ക് ആവശ്യമുള്ളത് വാങ്ങിയാൽ പോരെ.
ഒറ്റ മിനിറ്റ്, ഞാൻ ഈ കണ്ണീരൊന്ന് തുടച്ചോട്ടെ. ഓക്കെ, ഇനി ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അടുത്ത സ്ഥലം വരുന്നത്. സത്യം പറയാലോ, മൊബൈലിൽ കാണാൻ ഭംഗി നേരിട്ട് കാണുന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിൽ. കാരണം നമുക്ക് അവിടെ നിൽക്കാൻ തോന്നും, പോരാനേ തോന്നില്ല. പക്ഷെ നമ്മൾ അവിടെ നിന്ന് പോരണം കേട്ടോ, കാരണം നമുക്ക് വീട്ടിൽ തിരിച്ച് പോകാനുള്ളതാണേ. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് സ്റ്റോപ്പാക്കി. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും വാങ്ങണമെങ്കിൽ വാങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വാങ്ങിയത് ഒരു ചോക്ലേറ്റ്സാണ്. കൊടൈക്കനാൽ വന്നിട്ട് ചോക്ലേറ്റ്സ് വാങ്ങിയില്ലെങ്കിൽ അത് മോശമല്ലേ. അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഓരോരോ സാധനങ്ങൾ നോക്കുന്നുണ്ട്. പക്ഷെ അവർ പറയണത് നമ്മൾ എത്രയാണോ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഡബിളാണ് അവർ റേറ്റ് പറയണത്. അതുകൊണ്ട് വാങ്ങാൻ നിന്നില്ല, വെറുതെ എന്തിനാ. അങ്ങനെ കുറേ നോക്കി, ഓരോരുത്തർ ഓരോന്ന് വാങ്ങുന്നുണ്ട്. ഞാൻ ആ ചോക്ലേറ്റ്സേ വാങ്ങിയിട്ടുള്ളൂ. ഞാനെന്താ ഇതിൽ നിന്ന് ഏതോ ഒരു ചോക്ലേറ്റ്സാണ് വാങ്ങിയത്. അത് കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈമായി. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ഫുഡായിരുന്നു. പിന്നെ ഞങ്ങൾ അടുത്ത സ്പോട്ടിലോട്ട് പോയി. അപ്പോൾ ഇതാണ് അടുത്ത സ്ഥലം. ഞാൻ വലിയ കടയിൽ ബസ്സിൽ കയറാൻ പോണ പോലെ ആക്ട് ചെയ്തതാണ്, പക്ഷേ ബസ് എന്നെ ചതിച്ചു. ഏതൊരു ഫിലിമിലേക്ക് ആ ഫിലിമിൻ്റെ ഡയലോഗാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. ആളെ കയറ്റാതെ നീ എവിടെ പോണടാ, വീട്ടിൽ കൊണ്ടുവിടട്ടോ വണ്ടി, അങ്ങനത്തെ ഒരു ഡയലോഗ് ഉണ്ട്. പെട്ടെന്നൊക്കെ മനസ്സിൽ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞോളൂ. അതിൻ്റെ പേരിൽ ആരും എന്നെ പൊങ്കാലിടാൻ വരരുത് കേട്ടോ. നമ്മൾ അങ്ങനെ ഇങ്ങനെയല്ലേ, അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. ഞാൻ ഒരു പൊട്ടത്തരം പറയും, അതൊക്കെ കേൾക്കാൻ പറ്റണവർ, സഹിക്കാൻ പറ്റണവർ മാത്രം എൻ്റെ വീഡിയോസ് ഇരുന്ന് കണ്ടാൽ മതി. അല്ലാത്തവർക്ക് സ്കിപ്പ് അടിച്ച് പോകാം. അല്ല, നിർബന്ധമൊന്നുമില്ല കേട്ടോ. നല്ല കുട്ടികളല്ലേ, ഇരുന്ന് കാണണേ. വീഡിയോയും ഞാൻ പറയുന്ന വോയിസും തമ്മിൽ യാതൊരു ബന്ധമില്ലാതാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ബസ് ഇറങ്ങിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്നുകൊണ്ട് ഓരോ സ്ഥലങ്ങൾ കാണാം, അതാണ് ഞങ്ങൾക്കും ഇഷ്ടം. അപ്പോൾ ഞങ്ങളിങ്ങനെ കൈയൊക്കെ പിടിച്ച് ഞങ്ങൾ രണ്ടാളും, അതായത് റംസി എന്ന പേര് അവളും ഞാനും ആണ് ഒരുമിച്ച് നടക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, ഞങ്ങൾ രണ്ടാളും കോസ്റ്റ്യൂമും ഏകദേശം സെയിം ആണ്. അപ്പോൾ അതിൻ്റെ ഓരോ കാട്ടിക്കൂട്ടലുണ്ടാവും ഇതിൻ്റെ ഇടയ്ക്ക്, അതൊക്കെ ഒന്ന് സഹിക്കുക. അങ്ങനെ ഞങ്ങൾ കുറേ നടന്ന് ഒരു സ്ഥലത്തെത്തി. അവിടെ എത്തിയപ്പോൾ ചെറിയൊരു ചായക്കട ഉണ്ട്. അപ്പോൾ അവിടുന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. കാരണം നല്ല തണുപ്പാണ്. അപ്പോൾ ഒരു ചൂടുള്ള ചായ കുടിക്കുമ്പോൾ നല്ല സുഖം ഉണ്ടാവും. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിക്കുകയാണ്. ഞങ്ങളിങ്ങനെ നടക്കുന്ന ഇടയ്ക്ക് ഓരോരോ ഫ്ലവേഴ്സ് കാണും. അപ്പോൾ അത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നടക്കും. ഇതൊക്കെയാണ് ഞങ്ങളെ പണി. അപ്പോൾ ഞങ്ങളിങ്ങോട്ട് നീങ്ങണില്ല. കാരണം ഞങ്ങളെ മുന്നിലുള്ളവരൊക്കെ എവിടെയോ എത്തിക്കണം. ഇനി അവരെ പിന്നാലെ ഞങ്ങൾക്ക് പോകണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഓരോന്ന് കാട്ടിക്കൂട്ടുകയാണ്. അപ്പോൾ ഇനി പ്രാന്താന്ന് തോന്നുന്നുണ്ട്. ഓരോ ഫ്ലവേഴ്സ് ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ട് ഇത് രസമുണ്ടല്ലേ കാണാൻ, ഈ വൈറ്റും എല്ലാം കൂടി ഉള്ള. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഓരോ പട്ടി ഷോ ആണ്, ഇതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട, ഞങ്ങൾ ഓരോരോ പ്രാന്തകളാണ്. അങ്ങനെ നടക്കുന്ന ഇടയ്ക്കാണ് ബലൂൺസ് കണ്ടത്. അതിങ്ങനെ കാണുമ്പോൾ എനിക്ക് പൊട്ടിക്കാനൊക്കെ തോന്നുന്നു ഗൈസ്, എന്താണെന്നറിയില്ല. അപ്പോൾ അവിടെ കുറേ നേരം നിന്നില്ല, അവിടെ നിന്ന് വേഗം പോന്നു. അങ്ങനെ കുറേ നടന്ന് ഞങ്ങൾ എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെയും കുറേ നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മളെ മെയിൻ പരിപാടി എന്താ, വ്ളോഗ് എടുക്കുക. അപ്പോൾ അത് കുറേ എടുത്തിട്ടുണ്ട്. നല്ല നല്ല ഭംഗിയുള്ള സാധനങ്ങളുണ്ട്. കൊടൈക്കനാൽ എന്ന് എഴുതിയതൊക്കെ ഉണ്ട്. കൂടെ ഉള്ളവരും നല്ല സപ്പോർട്ടാണ്. അവർ എടി ഇതെടുക്കടി അതെടുക്കടി നല്ല രസം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഓരോന്നും ഇങ്ങനെ കാണിച്ചു തരികയാണ്. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയതാണ്. ഇനി ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് സ്പോട്ട് വരുന്നത്. നല്ല അടിപൊളി സ്ഥലമായിരുന്നു. സത്യം പറയാമല്ലോ, ഞാൻ പിന്നെയും റിപ്പീറ്റ് ആക്കുകയാണ്. നേരിട്ട് കാണുന്നെ വേണം, അത്രയ്ക്ക് ഭംഗിയാണ് കാണാൻ. നല്ല കാറ്റും പിന്നെ കാണാനും ഭംഗിയാണ്. അങ്ങനെ ഇതേതായി നല്ലോ എൻ്റെ കൂടെ ഉള്ള കേട്ടോ ഗൈസ്. അങ്ങനെ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള സ്ഥലമാണ്, ഗുണ കേവ്. എല്ലാവർക്കും പരിചയമുണ്ടെന്ന് പറഞ്ഞത് എല്ലാവരും പോയിട്ടല്ല, മൂവിയിൽ കണ്ടിട്ടുണ്ടാവും. ഏത് മൂവിയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും, ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലാവാത്തവർക്ക് പറഞ്ഞുതരാം, മഞ്ഞുമൽ ബോയ്സ് ആണ്. അപ്പോൾ അത് ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഇത്. അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം. എല്ലാവരും നടന്ന് ക്ഷീണിച്ചിട്ടുണ്ട് എല്ലാവർക്കും, പക്ഷേ കാണാനുള്ളൊരു ആഗ്രഹം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ആ സ്ഥലം വരുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടും. പിന്നെ ഓരോരോ സ്ഥലങ്ങൾ കാണുമ്പോൾ ആ മൂവിത്തെ ഓരോ സീന് നമുക്കിങ്ങനെ മൈൻഡിൽ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഓരോരോ കുഴി കാണുമ്പോൾ ഇതെവിടെയാണ് വീണത്, ഇത് അവിടെ ഉണ്ടാവും, സുഭാഷ് അവിടെ ഉണ്ടാവും, നമുക്കൊന്ന് വിളിച്ചു നോക്കാനായിട്ട് സുഭാഷേ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് ഓരോരുത്തർ. ഞാൻ വിളിച്ചു നോക്കി, സുഭാഷ് അതിൻ്റെ ഉള്ളിൽ ഇല്ല, ഞാൻ നോക്കിയതുമാണ്. പിന്നെ എല്ലാവരും അവിടെ നിന്ന് പാട്ടൊക്കെ പാടുണ്ടായിരുന്നു. മഞ്ഞുമൽ ബോയ്സിൻ്റെ പാട്ട് എല്ലാവർക്കും അറിയണതാണ്. ഇനിയിപ്പോൾ ഞാൻ പാടിയിട്ട് ആ പാട്ട് കൊളാക്കണില്ല. അപ്പം ഞാൻ ഓരോരുത്തർക്ക് ഓരോന്നും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. സുഭാഷ് ഇവിടെയാണ് വീണത്, ഷൂട്ടിങ്ങിൻ്റെ ടൈമിൽ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് തള്ളുകൾ
അത് എൻ്റെ ഭാഗത്തു നിന്ന് മാത്രമല്ല അവിടെ നിന്നും ഉണ്ട്. അങ്ങനെ ഓരോരുത്തർ ഓരോന്നൊക്കെ പറഞ്ഞ് വെറുതെ ഒരു രസമല്ലേ. അങ്ങനെ അതൊക്കെ പറഞ്ഞ് ഞങ്ങൾ സ്ഥലങ്ങളൊക്കെ കണ്ട് ഒരു പ്രത്യേക ഫീൽ തന്നെയായിരുന്നു. കാരണം മൂവിയിലുള്ള സ്ഥലം നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയെന്ന് പറഞ്ഞാൽ അതൊരു ചെറിയൊരു ഭാഗ്യം തന്നെയല്ലേ. അങ്ങനെ ഓരോരോ സ്ഥലങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഹൈറ്റുള്ള ഭാഗത്തുനിന്ന് ഞങ്ങൾ എടുത്തതാണ് ഈ ഒരു ക്ലിപ്പ്. ഇവിടുന്ന് ഒരു ചെറിയ സംഭവം ഉണ്ടായി. ഞാൻ നടക്കുന്ന ടൈമിൽ എൻ്റെ ഫ്രണ്ടിൽ കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞ് എക്സ്ക്യൂസ് മീ എന്നൊന്ന് പറഞ്ഞു പോയി. അപ്പോൾ അത് കേട്ടിട്ട് ഒരു മദാമ വന്നിട്ട് എന്തോ ഒന്ന് പറഞ്ഞു. എന്താണ് എക്സ്ക്യൂസ് മീ ടു എന്നെന്തോ അങ്ങനെ എന്തോ ഒന്ന് പറഞ്ഞു. അപ്പം ഞാൻ വേഗം യാ എന്ന് പറഞ്ഞിട്ട് വേഗം അവിടുന്ന് മണ്ടി. കാരണം അവിടെ നിന്ന് ശരിയാവില്ല എന്ന് മനസ്സിലാക്കി. അപ്പോൾ വേഗം അവിടുന്ന് മണ്ടി. എനിക്ക് സംസാരിക്കാൻ അറിയാത്തതുകൊണ്ടൊന്നുമല്ല, ഞാൻ സംസാരിച്ച നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് പറയും. പിന്നെ എന്തിനാണ് ഞാൻ പറഞ്ഞത് ഇനി അവർക്ക് മനസ്സിലായില്ലെങ്കിലോ ആ ഇംഗ്ലീഷ് കൊണ്ടേ. അതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് പോകുന്നതാണ്. ആർക്കും ഡൗട്ടൊന്നുമില്ലല്ലോ അല്ലേ. അങ്ങനെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇത് അടുത്ത സ്പോട്ടാണ്. അപ്പോൾ ഇവിടെ കുറേ മരങ്ങളാണുള്ളത്. പിന്നെ ഇവിടെ റീൽസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും പോന്നു. അപ്പോൾ ഇതാണ് ഞങ്ങൾ ലാസ്റ്റ് പരിപാടി, ക്യാമ്പ് ഫയർ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് എൻജോയ് ചെയ്തിട്ടുണ്ട്. കാരണം നല്ല തണുപ്പായിരുന്നു. അപ്പോൾ തീൻ്റെ അവിടെ വന്നിരിക്കാൻ നല്ല സുഖമായിരുന്നു. അങ്ങനെ ക്യാമ്പ് ഫയറും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടങ്ങിയില്ല. ഞങ്ങൾ ബസ്സിൻ്റെ മുന്നിൽ നിന്നും കുറച്ച് ഡാൻസും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ബസ്സിൽ കയറി വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല അടിപൊളി ട്രിപ്പായിരുന്നു. എല്ലാവർക്കും നല്ല ഇഷ്ടമായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.